കമ്മിറ്റിക്കാർ, രക്ഷാധികാരികൾ എല്ലാവരും ഇപ്പോൾ നടത്തു വന്നിരിക്കണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിഹ. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ആദരണീയരും ബഹുമാനിതരായ നമ്മുടെ ദിലീപ് മഹീം ജുമാഅത്ത് പള്ളി ഖത്തീബ് GS അബ്ദുറഹ്മാൻ മദനി അവർകൾ, നമ്മുടെ ഇന്നത്തെ നൂർ മീലാദ് ഫെസ്റ്റ് 2024 വിശിഷ്ടാതിഥിയായി ഇവിടെ സംബന്ധിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കാസർഗോഡിൻ്റെ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അവർകൾ, ദിലീപ് മഹീദ്ദീൻ ജുമാഅത്ത് പള്ളി ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഹനീഫ് നലിക്കുന്ന, മുൻ സെക്രട്ടറി അബ്ദുൽ ഖാദർ, അതുപോലെ ദാറുൽ നഫ തഹ്ഫീദ് ഖുർആൻ കോളേജിൻ്റെ മുൻ രക്ഷാധികാരികൾ, ജമാഅത്ത് കമ്മിറ്റി അംഗവുമായ കുഞ്ഞാമു കട്ടപ്പണി, പൂരണ മുഹമ്മദ് അലി സാഹിബ്, അതുപോലെ ദാറുൽ നഫ തഹ്ഫീദ് ഖുർആൻ കോളേജ് കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട
രക്ഷിതാക്കളെ, അമ്മമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ജന്മദിനം കൊണ്ട് ലോകമെമ്പാടും സന്തോഷിക്കുന്ന ഈ മനോഹര സുദിനത്തിൽ നെല്ലിക്കുന്ന് ദാറുൽ ഖുർആൻ കോളേജ് കമ്മിറ്റി സംഘടിപ്പിച്ച മീലാദ് ഫെസ്റ്റിന്റെ സമാപന വേദിയിലാണ് നമുക്ക് സമ്മേളിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷം അതിവിപുലമായി നമ്മളൊരു ദർശനം വിദ്യാർത്ഥികളുമായി സഹകരിച്ച് വളരെ വിപുലമായ രീതിയിൽ നമ്മൾ മീലാദ് ഫെസ്റ്റ് കൊണ്ടാടിയിരുന്നു. ഇന്ന് പുനർനിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ ഭാഗമായി ദർസ് പഠനമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വിദ്യാർത്ഥികളുടെ ഈ മീലാദ് ഫെസ്റ്റ് ഈ കോളേജ് ഹാളിനകത്ത് പരിമിതപ്പെടുത്തിക്കൊണ്ട് വന്നു. എന്നിരുന്നാലും അൽഹംദുലില്ലാഹ് വളരെ നാളുകളായി കുട്ടികൾ അത്യധികം പരിശ്രമിക്കുകയും ആ പരിശ്രമം വളരെ വിജയകരമായി ഇന്നിവിടെ അവരുടെ വ്യത്യസ്തമായ കഴിവുകൾ നമ്മുടെ രക്ഷിതാക്കളുടെ മുമ്പിലും കമ്മിറ്റിയുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലൊക്കെ പ്രദർശിപ്പിച്ച് ഈ മീലാദ് ഫെസ്റ്റ് വൻ വിജയമാക്കി. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് കൂടുതലായൊന്നും ഞാൻ പറയുന്നില്ല. ഇന്നത്തെ ഈ മീലാദ് ഫെസ്റ്റ് സമാപന വേദിയിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ബഹുമാന വ്യക്തിത്വങ്ങളെയും രക്ഷിതാക്കളെയും സ്വാഗതം ചെയ്യുന്നതാണ് ഞാൻ നിങ്ങളുടെ അർപ്പിതമായ കർത്തവ്യം. ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിൽ നമ്മുടെയൊക്കെ ഏറെ ആദരണീയമായ ഈ സ്ഥാപനത്തിൻ്റെ മുൻ രക്ഷാധികാരി കൂടിയായ നെല്ലിക്കുന്ന് ഖത്തീബ് ജി എസ് അബ്ദുറഹ്മാൻ മദനി അവർകളാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ ദാറുൽ ഖുർആൻ കോളേജിൻ്റെ കരുത്തനായ പ്രസിഡന്റ് മുനീർ ബിസ്മില്ല അവർകളാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ഈ പരിപാടി ഞങ്ങളുടെ അധ്യക്ഷനെ സ്വീകരിച്ച് ഇഷ്ടാതിയായി സംബന്ധിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, അദ്ദേഹം ഈ സ്ഥാപനത്തിൻ്റെ ആദ്യ കാലം തൊട്ട് തന്നെ ഞങ്ങളോട് വളരെയധികം സഹകരിക്കുന്ന വളരെ ഒരു അഭ്യുദയകാംക്ഷി കൂടിയാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയിൽ മുഖ്യാതിഥികളായി സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തിൻ്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി ഹനീഫ് നിൽക്കുന്നവர்களെയും വളരെ ആദരപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുൻ ജനറൽ സെക്രട്ടറി എൻ അബ്ദുൽ ഖാദർ സാഹിബിനെയും വളരെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ഈ പരിപാടി സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളും ദാറുൽ ഖുർആൻ കമ്മിറ്റിയുടെ രക്ഷാധികാരികളുമായ കുഞ്ഞാമു കട്ടപ്പണി, മുഹമ്മദ് അലി, അതുപോലെ ദാറുൽ ഖുർആൻ കോളേജ് കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് ഹാജി ഒമാൻ, ലത്തീഫ് കോട്ട്, സമീർ ആമസോണി, മുസ്തഫ ബീച്ച്, കലീൽ കുമ്പള, അതുപോലെ മുഹമ്മദ് കുഞ്ഞി ഈസ്റ്റ്, അസീസ് മാസ്റ്റർ തുടങ്ങി ഇതിൻ്റെയൊക്കെ ഉപരിയായി ഈ പരിപാടിയുടെ ഏറ്റവും മർമ്മപ്രധാനമായി സ്വാഗതം ചെയ്യുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ബഹുമാനായ പ്രിൻസിപ്പൽ ഷറഫുദ്ദീൻ മദഹരി അവർക്കാണ്. അദ്ദേഹം ഒരു ഏകാംഗപ്പെട്ട പോലെ കുട്ടികളൊക്കെ ഏകോപിപ്പിച്ച് അവർക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും അദ്ദേഹം ഒറ്റയ്ക്കാണ് ഈ പരിപാടികളൊക്കെ മുഴുവൻ കൈകാര്യം ചെയ്തത്. അദ്ദേഹത്തെയും വളരെ ആദരവും സന്തോഷവും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് ചേർന്ന എല്ലാ സഹോദരന്മാരെയും രക്ഷകർത്താക്കളെയും വിദ്യാർത്ഥികളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത ഏറ്റെടുക്കാൻ വേണ്ടി ബഹുമാന്യ പ്രസിഡന്റ് മുനീർ ബിസ്മില്ല അവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാന്യ ഖത്തീബ് ഉസ്താദിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ഇവരെല്ലാം ഒരുമിച്ച് കൂടിയത് എന്താണെന്നുള്ള സംഗതി എല്ലാവരും അറിഞ്ഞിരിക്കുന്നതാണ്. ഞാനതൊന്ന് പറഞ്ഞ സമയം വളരെ അഭ്യാസമാണ് നമ്മളെ. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ആദരവായ തങ്ങളെ ജന്മദിനം കൊണ്ടാടുന്നതിനും അതിന് വേണ്ടിയത് അതിനുള്ളതായ മറ്റുള്ള പ്രവർത്തനങ്ങളിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അടുത്തുള്ള കബൂലാക്കുന്ന അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിന്റെ തിരുനാമത്തിൽ ഈ മഹത്തായ യോഗത്തെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങളെ ഇവിടുത്തെ കുട്ടികളെ അവർ ഈ മത്സരിച്ചത് അൽ-ഖുദ്സ് എന്ന് പറയുന്ന രണ്ട് പേരിലാണ്. അതിൽ സെക്കൻഡായിട്ട് വന്നത് അൽ-ഖുദ്സ് അല്ലെ, 217 പോയിന്റ്. പിന്നെ ഫസ്റ്റ് അൽ-അഖ്സ 221 പോയിന്റ്. മക്കളെ എല്ലാ കാര്യത്തിലും അല്ലാഹു ദീനിയായ സംഗതിയും അല്ലാത്ത നല്ല കാര്യത്തിലും ഒക്കെ അല്ലാഹു ജയിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ യോഗത്തിൽ വിശിഷ്ടാതിയായി സംബന്ധിക്കുന്ന ബഹുമാനായ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ദീപത്തെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനീയനായ നമ്മുടെ സെക്രട്ടറി പരിപാടിയുടെ അധ്യക്ഷൻ വേദിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഈ സ്കൂളിലെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾ ഉസ്താദ് പെട്ടെന്ന് നിർത്തി സമയമായുള്ള ഉസ്താദ് ഒന്നാണ്. ഉസ്താദ് ഇന്നലെ പ്രഖ്യാപിച്ചത് 221 പോയിന്റും അതുപോലെ തന്നെ 217 പോയിന്റ്. എത്ര വ്യത്യാസം? 4 പോയിന്റ് വ്യത്യാസത്തിലാണ് ഒന്നാം സ്ഥാനം. അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യണം? ആ 4 പോയിന്റ് മാത്രമേ അല്ല. ഏത് കാര്യത്തിലാണ് നിങ്ങൾ പോയിന്റൊക്കെ വാങ്ങിച്ചത്? എന്തൊക്കെ മത്സരം ഉണ്ടായിരുന്നു? പ്രസംഗം, പാട്ട്, ബുദ്ധ, നിശ്ചയ, കവായി അല്ല, അങ്ങനെ ഒരുപാട് പരിപാടികൾ വെച്ചു അല്ലേ. അപ്പം അതിലെല്ലാം ഈ പാടി പ്രസംഗിച്ച് കുറേ കാര്യങ്ങൾ അതിൽ നമ്മൾ ചെയ്തു. പക്ഷെ എന്തിനാണ് നമ്മളിപ്പോൾ അതിനെല്ലാം ചെയ്തത്? നബിയുടെ ജന്മദിന ആഘോഷം. അപ്പൊ നമ്മൾ എന്ത് വേണം? നബിക്കുള്ള ഇഷ്ടമുള്ള കാര്യങ്ങൾ ആര് ചെയ്യണം? നമ്മൾ ചെയ്യണം. അപ്പൊ നബിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണോ നമ്മൾ ചെയ്തു നോക്കണ്ടേ? അല്ലേ അല്ലേ വേണ്ടേ? നബിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഈ മദ്രസയിൽ നിങ്ങൾ വന്നിട്ട് പഠിക്കുന്നത്. മുൻകാലങ്ങളിലെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തുള്ള ആൾക്കാർ വന്നിട്ടാണ് നമ്മൾ ഈ നെല്ലിക്കുന്ന് പ്രദേശത്ത് പഠിച്ചുകൊണ്ടായിരുന്നത് അല്ലേ. ഇത് നമ്മുടെ നെല്ലിക്കുന്ന് പ്രദേശത്തുള്ള നമ്മുടെ ചുറ്റുപാടത്തുള്ള ആളുകളാണിപ്പോൾ നമ്മുടെ ഈ മദ്രസയിൽ വന്ന് പഠിക്കുന്നത് അല്ല.
നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോകം എങ്ങനെയാണെന്നുള്ളത് വളരെ മലിനമായി കിടക്കുന്ന ഒരു ലോകത്താണ്. എവിടെ പോയാലും ചളി പുരണ്ട സ്ഥലങ്ങളാണുള്ളത്. കാലെടുത്ത് വെക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമ്മുടെ ഇന്നത്തെ ഈ ലോകത്തുള്ളത്. എവിടെ നോക്കിയാലും നമ്മുടെ മനസ്സിനെ വേറെ രീതിയിലേക്ക് ചിന്തിപ്പിക്കുന്ന, വേറെ രീതിയിലേക്ക് മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക്, കുട്ടികൾക്ക് ഇങ്ങനെ ദീനി വിജ്ഞാനമായി പ്രവർത്തിച്ച് ദീനിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞത് തന്നെ അത് ഏറ്റവും വലിയ തൗഫീഖാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. ആ തൗഫീഖ് ഉള്ളത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളൊക്കെ വളരെ അന്തസ്സോടെ, അഭിമാനത്തോടെ നമ്മുടെ ഈ ലോകം വേറൊരു രീതിയിലേക്ക് ചിന്തിക്കുമ്പോൾ അതല്ല, യഥാർത്ഥമായ ലോകം, നമ്മുടെ വേറൊരു ലോകമുണ്ട്, പരലോകമുണ്ട്. ആ പരലോകത്തെക്കുറിച്ച് നമുക്കറിയണം, അത് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുവാനുള്ള ശക്തിയും പ്രാപ്തിയും നമുക്കുണ്ടാകും. അത് ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മുടെ മദ്രസകളൊക്കെ ഇങ്ങനെ ഉസ്താദന്മാരും അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട മാതാപിതാക്കളും അതുപോലെ കുടുംബക്കാരും ഇതിനൊക്കെ സൗകര്യം ചെയ്തിരുന്നത് നമ്മൾ നല്ല രീതിയിൽ വളർന്ന് വലിയ മക്കളാവാണ്. അപ്പോൾ നമ്മൾ ഇത് മാത്രം പഠിച്ചാൽ മതിയോ? പോരാല്ലേ? അതെല്ലാം നമുക്ക് പഠിക്കണം. ലോകത്ത് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ പഠിച്ച ഒരുപാട് മഹാന്മാരുണ്ട്. ആ മഹാന്മാരുടെ കൂട്ടത്തിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ടാകുന്നു. ആ പണ്ഡിതന്മാരെ കുറിച്ച് നമുക്ക് പഠിക്കണം. അവരെന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഏതെല്ലാം രീതിയിലുള്ള ഈ ലോകത്ത് ആവശ്യമുള്ള ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കണം. നമ്മുടെ പഴയകാല ആളുകൾ, പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെ കാണുമ്പോൾ താടിയും തലപ്പാവും വെച്ച് ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും പഴയ കാലങ്ങളിൽ. അപ്പോൾ നമ്മളെന്താ ചിന്തിക്കുക? വെറും ഓത്തും ബൈത്തുമായി നടന്ന ആൾക്കാർ മാത്രമാണെന്നുള്ളതാണ് നമുക്ക് കരുതുന്നത്. പക്ഷേ അതല്ല, നമുക്ക് ദുനിയാവിലേക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മുടെ ഈ പഠിത്തത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാനും അത് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകത്തിന് മാതൃകയായിട്ടുള്ള കുട്ടികളായി വളരണമെങ്കിൽ ഒരുപാട് നമുക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതായ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ അനുസരിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും കൊടുത്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സംസാരിക്കാൻ വേണ്ടി ഇവിടെ വേദിയിലുള്ള ജമാഅത്ത് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് തുടങ്ങിയ എല്ലാവരും, ബാക്കിയുള്ള നമ്മുടെ മുൻ രക്ഷാധികാരികൾ എല്ലാവരും ഈ പരിപാടിയിലേക്ക് ആശംസ അറിയിച്ചിട്ടുണ്ട്. അടുത്തത് നമ്മുടെ കലാപ്രതിഭയുടെ അനൗൺസ്മെന്റാണ്. അത് ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ അനൗൺസ് ചെയ്യും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, വലിയ ആകാംക്ഷ ഉണ്ടാവും അല്ലേ? ഇല്ലേ? ആരാണ് കലാപ്രതിഭ എന്നറിയാമല്ല? ഇല്ലേ? എല്ലാവരും മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവില്ലേ ഞാനായിരിക്കണമെന്നത്? ഇപ്പോൾ ഓരോ ഉസ്താദന്മാർ അതിൻ്റെ എല്ലാ ആൾക്കാരും കൂടി മാർക്ക് ഇട്ടുകൊണ്ട് നമ്മളെ ഒരാളെ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ പേര് ഇവിടെ പ്രഖ്യാപിക്കാൻ പോവാണ്. പ്രഖ്യാപിക്കട്ടെ? സമ്മതല്ലേ? പ്രഖ്യാപിക്കാണ്? ഓക്കെ. അപ്പം മുസമ്മിൽ 65 പോയിന്റ്. ആദ്യമായി
അരങ്ങേറുകയും ആദ്യമായി സമ്മാനദാനം നൽകുന്നത് കലാപ്രതിഭയ്ക്കുള്ള സമ്മാനം തന്നെയാണ്.